ഇന്ന് കേരളത്തിൽ എന്നല്ല, തെക്കേ ഇന്ത്യയിൽ തന്നെ ലഭ്യമായ MRI സ്കാനറുകളിൽ വെച്ച് തന്നെ ഏറ്റവും നവീനവും സാങ്കേതിക വിദ്യയിൽ മികച്ചതുമായ ദ ലേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് അഡ്വാൻസ്ഡ് 1.5 ടെസ്ല MRI സ്കാനറാണ് മെട്രോ സ്കാൻസ് അവതരിപ്പിക്കുന്നത്. ഈ സ്കാനർ റേഡിയോളജിയുടെ വിശാലമായ വഴികളിൽ ബഹുദൂരം മുന്നേറാൻ നമ്മെ സഹായിക്കുന്നു. ആധുനിക സ്കാനിംഗ് ടെക്നോളജിയിൽ ഇമേജുകൾ മാത്രമല്ല സൃഷ്ടിക്കപ്പെടുന്നത്. MR സ്പെക്ട്രോസ്കോപ്പി, MR പെർഫ്യൂഷൻ, MR കോൺട്രാസ്റ്റ് കൈനറ്റിക്സ് സ്റ്റഡീസ്, MR വോള്യൂമെട്രി, MR കൊളാൻജിയോ പാൻക്രിയാറ്റോഗ്രാഫി, MR ഡിഫ്യൂഷൻ ഇമേജിംഗ് ആൻഡ് ഡിഫ്യൂഷൻ ടെൻസർ ഇമേജിംഗ്, MR കാർട്ടിഗ്രാം, MR ആൻജിയോഗ്രാം, MR വീനോഗ്രാം, MR മൈലോഗ്രാം, MR യൂറോഗ്രാം എന്നിങ്ങനെ വിവിധങ്ങളായ ഒരുപക്ഷെ നൂറുകണക്കിന് സാങ്കേതിക വിദ്യകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ മെഷീൻ. ഉദാഹരണമായി ഇവിടെ ഒരു സെറിബ്രൽ വെനോഗ്രാഫി സ്റ്റഡിയാണ് നടന്നത്. മുൻപ് ലഭ്യമായിരുന്ന പല ടെക്നിക്കുകളും ഈ സ്കാനറിൽ കൂടുതൽ മെച്ചമാവുകയും അതിവേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതായി മാറുകയും ചെയ്തു. ഇത് ചെയ്യാൻ ഇതിൽ വെറും 1 മിനിറ്റ് സമയം മതിയാകും. മുൻപ് ഈ പരിശോധന ചെയ്യുന്നത് കാലിലോ കൈയിലോ ഉള്ള ധമനിയിൽ കൂടി കത്തീറ്റർ പ്രവേശിപ്പിച്ച് തലയിലെ ധമനികളിൽ എത്തിച്ച് മരുന്ന് കുത്തിവെച്ചായിരുന്നു. ഇതിന് ചിലപ്പോൾ മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും. MRIയുടെ ഒരു പ്രത്യേകത മരുന്ന് കുത്തിവെക്കാതെയും ആൻജിയോഗ്രാം ഇമേജുകൾ സൃഷ്ടിക്കാം എന്നതാണ്. പ്രാഥമിക നിഗമനങ്ങളിൽ എത്താൻ മരുന്ന് കുത്തിവെക്കാതെയുള്ള സ്കാനിംഗ് ഉപകരിക്കുന്നു. MRI സ്കാനിൽ ചെയ്യുന്ന പല പരിശോധനകൾക്കും പകരം മറ്റൊന്നില്ല എന്നതാണ് വാസ്തവം. ഉദാഹരണമായി സുഷുമ്ന അഥവാ സ്പൈനൽ കോഡിന്റെ അസുഖങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ സന്ധികൾ, ബൈൽ ഡക്റ്റുകൾ എന്നിവയെപ്പറ്റി പഠിക്കാൻ. ഇവിടെ ഒരു രോഗിയെ MRI സ്കാനറിൽ കിടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്കാൻ ചെയ്യേണ്ട ഭാഗത്ത് കോയിലുകൾ എന്ന് പറയുന്ന ഉപകരണം ഘടിപ്പിക്കുന്നു. അതിനുശേഷം ആ ഭാഗം മെഷീനിന്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ പൊസിഷൻ ചെയ്യുന്നു. മുൻകാലങ്ങളിൽ MRI സ്കാനറുകൾ തികച്ചും അടഞ്ഞ ഒരു ടണൽ അഥവാ ഒരു തുരങ്കം പോലെ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ കൂടുതൽ തുറന്ന ഒരു ഗാൻട്രിയാണ് ഉള്ളത്. ഇതുമൂലം അടഞ്ഞ സ്ഥലങ്ങളോട് ഭയം എന്ന അവസ്ഥ അഥവാ ക്ലോസ്ട്രോഫോബിയ ഇന്ന് തീരെ ഇല്ലാതാക്കാൻ സാധിച്ചിരിക്കുന്നു. MRI റേഡിയോ ഫ്രീക്വൻസി വേവ്സ് എന്ന വൈദ്യുത കാന്ത തരംഗങ്ങളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഇത് യാതൊരു തരത്തിലുള്ള റേഡിയേഷനും ഉളവാക്കുന്നില്ല. ഈ തരംഗങ്ങൾ തന്നെയാണ് മൊബൈൽ ഫോണുകളിലും ഉപയോഗിക്കുന്നത്. ഗർഭിണികളെയും നവജാത ശിശുക്കളെയും വരെ സുരക്ഷിതമായി MRI സ്കാൻ ചെയ്യാവുന്നതാണ്. എന്നാൽ 3 മാസം വരെ ഗർഭത്തിൽ നേരിട്ട് MRI ചെയ്യുന്നത് ഒഴിവാക്കുന്നു. വിവിധതരം MRI കോയിൽസ് ആണ് ഇവിടെ കാണുന്നത്. നട്ടെല്ലിന്റെ സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോയിലാണ് ഇത്. രോഗിയുടെ പുറം ഇതിനു മുകളിൽ പൊസിഷൻ ചെയ്യുന്നു. ഇത് ബോഡി കോയിലാണ്. നെഞ്ച്, വയറ് എന്നിവ സ്കാൻ ചെയ്യാൻ ഇതുപയോഗിക്കുന്നു. മുട്ടിന്റെ സ്കാൻ ചെയ്യാനുള്ള പ്രത്യേക കോയിലാണ് ഇത്. വിശദമായ ചിത്രങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഹൈ റെസല്യൂഷൻ കോയിലാണ് ഇത്. തലയുടെയും കഴുത്തിന്റെയും സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന കോയിൽ ആണ് ഇത്. MR ആൻജിയോഗ്രാഫി, സ്പെക്ട്രോസ്കോപ്പി, ഡിഫ്യൂഷൻ, പെർഫ്യൂഷൻ എന്നിവ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു. MR മാമോഗ്രാഫി എന്ന സ്തനാർബുദ നിർണയ രംഗത്തെ ഏറ്റവും പുതിയ ടെക്നോളജി മെട്രോ സ്കാൻസ് അവതരിപ്പിക്കുകയാണ്. MR മാമോഗ്രാഫി മറ്റു പരിശോധനകൾക്ക് പകരമാകുന്നില്ല. എന്നാൽ മറ്റ് ടെസ്റ്റുകളിൽ നിർണയിക്കാനാകാത്ത ക്യാൻസറുകളും MRIയിൽ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. രോഗിയെ ഈ കോയിലിന് മുകളിൽ കിടത്തുന്നു. സ്തനങ്ങൾ ഇതിനുള്ളിലേക്ക് വയ്ക്കുകയും കംപ്രഷൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇത് ഷോൾഡർ കോയിലാണ്. ഇതും ഒരു ഹൈ റെസല്യൂഷൻ കോയിലാണ്. സാധാരണ ഒരു MRI സ്കാനിങ്ങിന് 15 മുതൽ 30 മിനിറ്റ് വരെ എടുക്കുന്നു. വിശദമായ പഠനം ആവശ്യമുള്ളവർക്ക് 1 മണിക്കൂർ സമയത്തിലധികം വേണ്ടി വന്നേക്കാം. MRIയുടെ ചില അപര്യാപ്തതകൾ ഇവയാണ്.
ഏതെങ്കിലും തരത്തിലുള്ള മെറ്റാലിക് ഇംപ്ലാന്റ്സ് അഥവാ ലോഹനിർമ്മിതമായ വസ്തുക്കൾ ശരീരത്തിനുള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളവർക്ക് MRI ചെയ്യാൻ സാധിക്കുകയില്ല. ഉദാഹരണം പേസ് മേക്കർ, ഹാർട്ട് വാൾവ്സ് എന്നിവ. MRI സ്കാനർ ഉച്ചത്തിലുള്ള ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട്. ഇത് ചിലർക്ക് അസഹ്യമായി തോന്നാം. MRI മുറിയിൽ താപനില കുറച്ചാണ് വയ്ക്കുന്നത്, ഏതാണ്ട് 20 ഡിഗ്രി സെൽഷ്യസ്.